ഇന്നത്തെ യുവതലമുറ ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നാ പറയുന്നത്. സിറാജെ, നിങ്ങൾ തൊണ്ട പൊട്ടിയിട്ട് എത്ര വഅദ് പറഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങൾ നന്നാകുകയില്ല. ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാ, ഈ ജീവിതം സുഖിക്കാനുള്ളതാ. ഈ പള്ളി വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ തെളിവ് സഹിതം നിങ്ങൾക്ക് പറഞ്ഞു തരാ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ജമാഅത്തിന്റെ പ്രസിഡന്റ് ആകട്ടെ, ഇവിടത്തെ കമ്മിറ്റിക്കാരനാകട്ടെ, ഹജ്ജ് ചെയ്തവനാകട്ടെ, ഉംറ ചെയ്തവനാകട്ടെ, വഅദ് കേൾക്കുന്നവനാകട്ടെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഫർദയും ഹിജാബുമിട്ട് കയ്യിൽ തസ്ബീഹും പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് അല്ലാഹനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണാകട്ടെ, നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഇന്ന് നമ്മളുടെ മക്കൾക്ക് അല്ലാഹുവേ മരണത്തിനു ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസമില്ല. ഇന്നത്തെ കുട്ടികൾക്ക്, എന്റെ പ്രിയപ്പെട്ടവരെ, പല കാര്യങ്ങളിലും വിശ്വാസമില്ല എന്നുള്ളത്. ഈ താടിയും തഴമ്പോൾ ആൾക്കാരോട് ഞാൻ തെളിവ് പറഞ്ഞുതരാം. ഇന്ന് വയല് കഴിഞ്ഞു, നിങ്ങൾ വീട്ടിൽ ചെന്നു, രാത്രി കിടന്നുറങ്ങുന്ന സമയം നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയുകയാ, മോനെ സ്വർഗമുണ്ടടാ. ഉമ്മാന്റെ ഏറ്റവും വലിയ ആഗ്രഹം, വാപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന നബിതങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾ മകനോട് പറയണം. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയുകയാ, ഇന്ന ഫിൽ ജന്നത്തിലെ ഷജറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ ഒരു മരമുണ്ട്, പ്രത്യേകത ഒന്നുമില്ല, ഒരു സാധാരണ മരം, നമ്മൾ റോഡിൽ കാണുന്നത് പോലെ ഒരു സാധാരണ ഒരു തണൽ വൃക്ഷം. ഒരാൾ വാഹനപ്പുറത്ത് സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരാഴ്ചയോ ഒരു കൊല്ലമോ 10 വർഷമോ അല്ല, 100 വർഷം ഒരു മനുഷ്യന് സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ വാഹനത്തിൽ സഞ്ചരിച്ചാലും ലാ യഖ്തഉഹ, അവന് വിട്ടുകിടക്കാൻ കഴിയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. ഈ താടിയും തഴമ്പുള്ള ഏതെങ്കിലും ഒരു വാപ്പ വീട്ടിൽ പോയിട്ട് മോനോട് പറഞ്ഞേ, ഓ വാപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കും, എന്തൊരു തള്ളലാ വാപ്പ നിങ്ങൾ തള്ളട, ഇത് എന്താപ്പ പടച്ചാനെ, 100 വർഷം സഞ്ചരിച്ചാലും വിട്ടുകിടക്കാൻ പറ്റാത്തൊരു വലിപ്പമുള്ള മരവോ, അതെന്ത് മരവാ. ഈ ഇരിക്കണ താത്ത രാത്രി വീട്ടിൽ പോയിട്ട് കട്ടൻ ചായ വെച്ചു. ഉടനെ മോൾ ഓടി വന്നിട്ട് ഉമ്മാന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് ആ പാത്രത്തിൽ ഒന്ന് തട്ടിയിട്ട് കൈ പൊള്ളി. മോൾ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുമ്പോ ഉമ്മ പറയാ, മോളെ, നരകത്തിലെ തീയിലെ 70% ദുനിയാവിലെ തീ. ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് ആ 18കാരി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്താ അല്ലാ, ഓക്ക് നരകത്തിലൊന്നും വിശ്വാസമില്ല ഉമ്മ. ഇന്നത്തെ കുട്ടികൾക്ക് നരകമോ അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ജീവിതത്തെ കുറിച്ച് സ്വർഗമെന്ന് പറഞ്ഞാൽ സ്വപ്നലോകമെന്ന് പറയുക, ഒന്നിനും വിശ്വാസമില്ല. അവരിങ്ങനെ നടക്കുകയാണ്. അവരുടെ ജീവിതം, അവര് പറയുന്ന ഒരു കാര്യം ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നാ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.